മുഴുവൻ സമയം ഉറങ്ങുക. ഇനി ഉറങ്ങി എപ്പോഴാണോ എഴുന്നേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടുക. ആക്ച്വലി സർ, എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ഇത് കേരളത്തിലും UAE-യിലായാലും എല്ലാ സ്ഥലത്തെയും കുട്ടികളുടെ പ്രശ്നമാണോ? എന്തെങ്കിലും തരത്തിലുള്ള ഭയപ്പെടേണ്ടെന്ന സിറ്റുവേഷനാണോ ഇത്? നമ്മളെ തലമുറകളായിട്ടുള്ള ആളുകൾ, പാരൻസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് ആണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ രണ്ട് പോളും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയപ്പെടുന്ന പുതിയ തലമുറയുടെ ക്യാരക്ടറും പഴയ തലമുറക്കാരുടെ അല്ലെങ്കിൽ നമ്മളെ ആ ലൈഫ് സ്റ്റൈലും നമുക്ക് ശരിക്കും നമ്മളെ മനസ്സിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി വരുമ്പോൾ, കമ്പാരിസൺ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇതിനെ ഒപ്പോസ് ചെയ്യുന്നതും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ആ കൺസെപ്റ്റ് നമ്മൾ ഇനി കുറച്ച് മാറ്റിയെടുക്കല്ലാതെ നിവർത്തിയില്ല. കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ച മാതിരിയുള്ള ആ ഒരു സ്കെഡ്യൂളില്ല. അവർക്ക് അവരുടേതായ ഒരു സ്കെഡ്യൂളാണ് നമ്മളിതിന് പകരം. അപ്പം നമുക്ക് ചില ചിട്ടകളുണ്ട്. രാവിലെ 6 മണിക്ക് എണീക്കുക. സാധാരണ ഒരു തറവാട്, ഒരു മുത്തശ്ശന്മാരും ഒക്കെ ഉള്ള കുടുംബത്തിലൊക്കെ നമ്മൾ രാവിലെ ഇത്ര ഏർലിയറായിട്ട് എണീക്കണം. പ്രാർത്ഥനകളും മറ്റതൊക്കെ എന്താ വെച്ചാൽ കഴിഞ്ഞ് കുളി ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങനെ ഒരു ഷെഡ്യൂളാണ്. എന്നിട്ട് നമ്മൾ നേരെ ജോലിക്ക് പോകുന്നു. അതിന് ഇവരത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരതിന് നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ മനസ്സിലേക്ക് രജിസ്റ്റേർഡ് ആവണില്ല. അവർക്ക് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അവരിപ്പോൾ കുറേ ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അത് നിർബന്ധിതമായിട്ടും ചിലവർ യൂസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം അവരുടെ ജോലി സംബന്ധമായിട്ടും ഒക്കെ ഇത് ഇല്ലാതെ പറ്റാത്ത വരുന്നത്. അപ്പം അതിനൊന്നും നമ്മളിനിപ്പോൾ കണ്ടുപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും അവരെ അതിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ, ചില കാര്യങ്ങൾ ബാഡായിട്ട് വരുന്നതിനെ അതിനെ ഒഴിവാക്കി മാറ്റി പിടിക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഒരു പരിധി വരെ നമുക്ക് സാധിക്കുകയുള്ളൂ. പറയുമ്പോൾ കുട്ടികൾ ദേഷ്യം വരുന്നുണ്ട്. അപ്പം അത് ദേഷ്യം വരില്ല, നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എന്നാണ്. അല്ല, അത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ദേഷ്യത്തിന് നമ്മൾ മറുപടി ദേഷ്യം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നടപ്പിലില്ല. മെജോറിറ്റി എൻ്റെ കേസിൽ ഒരു എക്സ്പീരിയൻസിലൊക്കെ എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ഡീലിംഗ് അല്ല അവർക്ക് വേണ്ടത്. അതല്ല വർക്കൗട്ടാണ്. നമ്മൾ അവരുടേതായ രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ നോക്കുള്ളൂ. അപ്പോൾ അവർ നമ്മൾ ഈ ടൈമിന് ഭക്ഷണം കഴിക്കുന്നതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ മക്കളടക്കം പിള്ളേരൊക്കെ പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഈ ടൈമിന് എണീക്കണം, ടൈമിന് ഭക്ഷണം കഴിക്കണം ഒക്കെ പറയുമ്പോൾ അവർ പറയും, എന്തിനാ പപ്പ ഇത്ര ദിനം സ്ട്രെയിൻ ചെയ്യണോ? അത് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാൻ വലിയ കുട്ടിയാണ്, എനിക്ക് മെച്യൂർ ഇനഫ്, ഞാനത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് എണീച്ചിട്ട് എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ കഴിച്ചോളാം, എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെയിൻ ചെയ്യേണ്ട, അമ്മനോടാണെങ്കിലും പറയുന്നതാണ്. അവരെ സമയത്ത് എണീക്കുന്നു. അവരെ മൈൻഡിൽ രജിസ്റ്റർ ആണ്. 10 മണിക്കാണ് ഡ്യൂട്ടി എങ്കിൽ അതിനൊരു 9 മണിക്ക് എണീച്ചാൽ മതി. എണീച്ചിട്ട് അവരെ കുളിയും കാര്യങ്ങളും എന്താ ചെയ്യുന്നു. അടുക്കളയിൽ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് കഴിക്കുക എന്നുള്ളതല്ല. അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു, പുറത്ത് അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നു, അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെടുക്കുന്നു. അത് ചിലപ്പോൾ ബ്രെഡ് ആണെങ്കിലും എന്തെങ്കിലും ക്രീമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അവർ ചായം കുടിച്ച്, ചായ അല്ലെങ്കിൽ വേണ്ട, വെള്ളമാണെങ്കിൽ വെള്ളം കുടിച്ച് അവർ പോകുന്നു. അതിൽ കംപ്ലൈൻറ്റ്സ് ഒന്നും നിങ്ങളോട് പറയുന്നില്ല. ദെൻ വൈ ഡു വെറി എന്നുള്ളതാണ് നമ്മോടുള്ള ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ക്ഷതം വരുന്ന രീതിയിൽ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ നമ്മളും അതിനോട് ചില കാര്യങ്ങൾ യൂസ്ഡ് ആയിട്ട് പിന്നെ നല്ല രീതിയിൽ അവരിയ്ക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം. നീക്കി പിടിച്ച് കൊണ്ടുപോയി അതിനെ.